എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രസൻസ് സംഭവിക്കണത്? സാന്നിധ്യം സംഭവിക്കണത് എന്തുകൊണ്ടാണ്? സാന്നിധ്യം നമുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ, നമ്മൾ വേദനപ്പെട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രകടമാകുന്നത്? അതിൻ്റെ കാരണം അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമായത് കൊണ്ടാണ്. ഉടമ്പടി എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയ പ്രാർത്ഥനയാണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ പ്രാർത്ഥനയാണ്. വാഗ്ദാനം എന്താണ്? വാഗ്ദാനം തന്നെ എത്രയോ പ്രാവശ്യം വാഗ്ദാനത്തിലുണ്ട്. ഐ വിൽ കം വിത്ത് യു എന്ന്. ഇപ്പോൾ ഐസയായുടെ വാഗ്ദാനം എന്താ? ഐസയായുടെ തിരുവചനങ്ങൾ 41:10. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഐസയ 41:10. ഭയപ്പെടേണ്ട, ഏറ്റു പറഞ്ഞ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാനാണ് നിന്റെ ദൈവം. ഒന്ന് പറഞ്ഞേ, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, നിന്റെ ദൈവം. നെക്സ്റ്റ് വേഴ്സിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യെശയ്യാ 41:10. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതു കരത്താൽ ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഇതിൻ്റെ അകത്ത് കുറേ വാഗ്ദാനങ്ങളുണ്ട്. ഈ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം വെറുതെ ഒരു കേവലമായ ഇനാക്റ്റീവ് പ്രസൻസ് അല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അതായത് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ സംഭ്രമിക്കേണ്ട. ഇപ്പം എന്തൊരു സംഭ്രമമാണ് കേസിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന. ശരവണയെ 3 കേസല്ലേ ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവിക സംഭ്രമം ഉണ്ടാകും. പല ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രതികൂലമായ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം നമുക്കുണ്ടാക്കുന്ന സംഭ്രമമാണ്. ഈ സംഭ്രമത്തിന് ഉണ്ടാകുന്ന ഒരു ഒറ്റമൂലി തന്നെയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ആ ഉടമ്പടിയിൽ ആ സംഭ്രമം എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത്? ദൈവം തൻ്റെ പ്രസൻസ് കൊണ്ടാണ്. ഉടമ്പടി എന്തുമാത്രം പ്രസൻസാണ് പറയണത്. പ്രസൻസ് വ്യത്യസ്തമായ മേഖലകളിലൊക്കെ പ്രസൻസ് പറയണില്ലേ? അത് ദൈവ സാന്നിധ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ പറയില്ലേ, ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്കൊരു ധൈര്യമായി. എന്താ ഉടമ്പടി എടുത്തപ്പോൾ ധൈര്യമായത്? ഇനി ദൈവം നോക്കിക്കൊള്ളുമെന്ന്. എൻ്റെ കാര്യം എന്ത് വിഷയമായാലും ഇനി ദൈവം എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ആൾക്കാരെ ഉടമ്പടി എടുക്കുന്നവർ വളരെ കൃത്യമായിട്ടാണ് ആ സംഭവം എടുക്കുന്നത്. എടുത്തിട്ട് അവർ ദൈവത്തെ കൂടെ നിർത്താൻ പറ്റുന്ന, ഇപ്പം നമ്മൾ ദൈവം കൂടെ നിൽക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ വിശുദ്ധി പാലിക്കണമെന്ന് പറയണത്. അതാണ് പ്രശ്നം. നമ്മൾ എന്തുകൊണ്ടാണ് വിശുദ്ധി പാലിക്കണമെന്ന് പറയണത്? കരിസ്മാരിക് ധ്യാനത്തിലുള്ള വിശുദ്ധി പാലിക്കണമെന്ന് പറയുന്ന ഉദ്ദേശത്തിലല്ല ഉടമ്പടി പറയണത്. ഉടമ്പടിയുടെ വാഗ്ദാനത്തിൻ്റെ ബേസിലാണ് വിശുദ്ധി പാലിക്കാൻ പറയണത്. വാഗ്ദാനം എന്താണ്? വാഗ്ദാനം ഇപ്പോൾ 17:1 നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം. എന്താണ്? നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, പിന്നെ വിശുദ്ധിയിൽ വ്യാപരിക്കണം. ഇപ്പോൾ ദൈവം ഇപ്പം മോശസിനോടും പറയണതും എബ്രഹാത്തിനോടും പറയണതും പ്രസൻസിനെ കുറിച്ചാണ്. ദൈവത്തിൻ്റെ ഉടമ്പടി എടുക്കുമ്പോൾ മറ്റേത് പ്രാർത്ഥന എടുത്താലും ഈ പ്രസൻസ് അതിൻ്റെ അകത്ത് വിളിച്ച് പറഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങൾ പറയത്തില്ലേ, പ്രമാണത്തിൽ അച്ഛാ വീട് വെക്കാൻ പറ്റണില്ല, അച്ഛാ ഇത് വിൽക്കാൻ പറ്റണില്ല, ഈ സ്ഥലം ചില പറയും അച്ഛാ ഈ സ്ഥലം വിൽക്കാൻ പറ്റണില്ല. എന്താണ് കാരണം? അതിൻ്റെ വഴി പ്രമാണത്തിൽ വിളിച്ച് പറഞ്ഞിട്ടില്ലെന്ന്. അതാണ് പ്രശ്നം. ഉടമ്പടി എന്ന് പറയുമ്പോൾ ഉടമ്പടിയിൽ വിളിച്ച് പറഞ്ഞിട്ടുള്ള സംഭവമാണ്. എന്താണ്? പ്രസൻസ്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, പ്രസൻസ് നിങ്ങൾക്കറിയാമല്ലോ. അതായത് മോശസ് മരിക്കാൻ പോകുന്ന ഒരു സമയമുണ്ട്. മോശസ് ഉടമ്പടിയുടെ
ഏറ്റവും ശക്തരായ പ്രവാചകന്മാരിൽ ഒരാളാണ് മോസസ്. മോസസ് ഒരു ജനതയെ മരുഭൂമിയിൽ എങ്ങും എത്താതെ നിൽക്കുകയാണ്. വാഗ്ദാന നാട്ടിലെത്തിയിട്ടില്ല, ജോർദാൻ പോലും കടന്നിട്ടില്ല. ആ സമയത്ത് വെച്ച് മൊവാബിൽ വെച്ച് മോസസ് മരിക്കാനാകുമ്പോൾ ജോഷുവാനെ വിളിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ജോഷുവയുടെ സ്തുതിയുടെ മക്കളെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. 31 നിയമാവർത്തനം 31:3 ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിയമാവർത്തനം 31:3. നിയമാവർത്തനം 31:3. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ, ഒന്ന് പറഞ്ഞേ, നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ നിങ്ങൾക്ക് മുൻപേ പോകും. നിങ്ങൾക്ക് മുൻപേ പോകും. അവിടുന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് ഈ ജനതകളെ നശിപ്പിക്കും. ഈ ജനതകളെ നശിപ്പിക്കും. നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതുപോലെ യോശുവ നിങ്ങളെ നയിക്കും. അതായത് മോസസ് കാലയവനികയ്ക്കുള്ളിലേക്ക് പിരിയുകയാണ്. ഇത്രയും നാൾ അവർക്ക് വെളിച്ചവും തീത്തൂണുമായി ദൈവം തന്നെ മേഘസ്തംഭവും തീത്തൂണുമായിട്ടൊക്കെ നയിച്ചത് ഈ മോസസിൻ്റെ മധ്യസ്ഥ ശക്തിയിലാണ്. ആ മോസസ് എന്ന് പറയുന്ന മഹാപ്രകാശമാണ് ഇസ്രായേലിൻ്റെ മുമ്പിൽ അണഞ്ഞു പോകുന്നത്. അണഞ്ഞു പോകുമ്പോൾ മോസസ് കൊടുക്കുന്നൊരു പ്രത്യാശയാണ്. എപ്പോഴും നമ്മൾ വിചാരിക്കണം, അത് ഈ പ്രസൻസാണ്. നമ്മുടെ ജീവിതത്തിലുമൊക്കെ ആരെയും പ്രസക്തമല്ലാത്ത രീതിയിലാണ് ദൈവം ഈ ഭൂമിയിലെ ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ആരെയും ആശ്രയിച്ചല്ല ഈ ഭൂമിയിൽ ജീവിതം, ഭർത്താവിനെ ആശ്രയിച്ചല്ല ഭാര്യയെ ഈ ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭാര്യയെ ആശ്രയിച്ചുമല്ല ഭർത്താവിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മക്കളെ ആശ്രയിച്ചല്ല മാതാപിതാക്കന്മാരെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാതാപിതാക്കന്മാരെ ആശ്രയിച്ചല്ല മക്കളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ആ പാഠം നമ്മൾ പഠിക്കാത്ത കൊണ്ടാണ് ആരെങ്കിലും ഒരാൾക്ക് രോഗം വന്നു, അയ്യോ ഞാനെന്ത് ചെയ്യുവേ, ഈ അതിയായി എങ്ങാനും അസുഖം വന്നാൽ പിന്നെ വീട്ടിലെങ്ങനെ കഞ്ഞി വെക്കുമെന്ന് പറഞ്ഞ് കാറി നിലവിളിച്ച് അതിയാന് രോഗം വന്ന് മരിക്കണമെന്ന് ആത്മഹത്യ ചെയ്യാൻ പോണ ഭാര്യമാരില്ലേ? അതാണ് പ്രശ്നം. അത് പ്രശ്നമാണ്. ജീവിതം എന്ന് പറഞ്ഞ ഒരു നിലപാടാണ്. വിശ്വാസി എന്ന് പറയണത് വേറൊരു വിഷയമാണ്. ഇപ്പം എന്താ, മോസസ് മരിക്കാൻ പോവുകയാണ്. മോസസ് ഇന്ന് വരെ ദൈവത്തോട് സംസാരിച്ച മനുഷ്യൻ, ഈ മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാണ്ടാകാൻ പോവുകയാണ്. ഭൗതികമായിട്ട് ആ മനുഷ്യനില്ല, നാളെ ആ മനുഷ്യനില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഒരു ജനതയെ ഇരുട്ടിൽ നിർത്തി മരുഭൂമിയിൽ ആടുകൾക്ക് തുല്യം അലയാൻ വിട്ടിട്ട് ഒരാൾ കാവനെയും യുവനയ്ക്കുള്ളിൽ പോകുമ്പോൾ കൊടുക്കുന്ന അഷുറൻസ് എന്താണ്? ഈ പ്രസൻസിനെ കുറിച്ചാണ്. 31:8 വരെ വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ, നിയമാവർത്തനം 31:6. ശക്തരും ധീരരുമായിരിക്കുവിൻ. പറഞ്ഞു, ശക്തനും ധീരനുമായിരിക്കുവിൻ. ഭയപ്പെടേണ്ട. അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത്. അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല. എൻ്റെ മക്കളെ, ഇതെന്ന് വെച്ചാൽ ശക്തനായിരിക്കുക, ശക്തയായിരിക്കുക, ധീരനായിരിക്കുക, ധീരയായിരിക്കുക, പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണത് എന്ത് ഗ്യാരണ്ടിയിലാണ്? പ്രസൻസിൻ്റെ ഗ്യാരണ്ടിയിലാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വാഗ്ദാനത്തിലാണ്. എൻ്റെ ദൈവപൈതരെ, നീ ഒരു വിശ്വാസിയാണെങ്കിൽ നീ വിശ്വസിക്കേണ്ടത് നിൻ്റെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. നീ ശ്രദ്ധിക്കുക, നിൻ്റെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ ഇന്നും ഒരു അവിശ്വാസിയെ തുടരുക എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക, പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളിലെ സംഭ്രമിപ്പിക്കേണ്ട സാഹചര്യങ്ങളിലെ നിന്റെ ദൈവിക വാഗ്ദാന പ്രകാരം എൻ്റെ സാന്നിധ്യം
എനിക്ക് മുമ്പേ പോകുന്നുവെന്നുള്ള ശാശ്വതമായ വാഗ്ദാനത്തെ ഞാൻ അനുസ്മരിക്കുകയും പ്രഖ്യാപിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്ന ഹല്ലേലൂയ. ഞങ്ങളുടെ കൂടെ വരുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. 1:31-2 മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. നിയമാർത്ഥം 31:2 അവൻ പറഞ്ഞു എനിക്കിപ്പോൾ 120 വയസ്സായി. നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ലാതായി. ഇങ്ങനെ സംഭവിക്കാറുണ്ട്. നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ല. അപ്പം നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ സംഭവിക്കാം. ചില ആൾക്കാർ ജോലി ചില സമയത്ത് പോകും, ചില സമയത്ത് ജോലി പോകും, വരുമാനം നഷ്ടപ്പെടും, കുടുംബത്തെ നയിക്കാൻ ശക്തി ഇല്ലാണ്ടായി പോകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൈയും കാലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ കൈകാലിട്ട് അടിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു നിങ്ങൾ ഒറ്റക്കായി പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ ഉടമ്പടി സാക്ഷ്യം എടുത്ത് കേൾക്കണം. എന്താണ്? തൻ്റെ വാഗ്ദാനങ്ങൾ വാക്ക് പാലിക്കുന്ന ദൈവത്തെ കണ്ടെത്താൻ കഴിയും. കൈയിടിച്ച് കർത്താവിനെ നമ്മൾ മറ്റ് പ്രാർത്ഥനാ രൂപങ്ങൾ പോലെയല്ല. മുട്ടയിട്ട് കഴിഞ്ഞിട്ട് അടയിരിക്കണം, അതാണ് പ്രശ്നം. ചില പക്ഷികളൊക്കെ സ്വാഭാവികമായ രീതിയിൽ മത്സ്യങ്ങളെ പ്രത്യേകിച്ച് മുട്ടയിട്ടിട്ട് അതുങ്ങളെ പോയി കളയും അവിടെ നിന്ന്. ചിലത് മാത്രമാണ് അടയിരിക്കണത്. ഉടമ്പടിയുടെ രീതി, നമ്മൾ ഉടമ്പടി ചെയ്ത വചനത്തിൽ നമ്മൾ അടയിരിക്കേണ്ടി വരും. നമ്മുടെ പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ നമ്മുടെ വിശ്വസ്തയുടെ ചൂട് കൊണ്ടാണ് ഇത് വിരിയണത് ശരിക്കും. അപ്പം നിങ്ങളിങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കറങ്ങി നടന്നിട്ട് കാര്യമില്ലെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഉടമ്പടി എടുത്താൽ ആ എല്ലാം വിരിയാതെ ഒന്നും ഇരിക്കത്തില്ല. അപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ അതിൻ്റെ കൂടെ വിശ്വസ്തതയും വിശ്വാസവും, വിശ്വസ്തതയെന്ന് പറയുമ്പോൾ നമ്മൾ കാണിക്കുന്ന എല്ലാ സൽപ്രവൃത്തികൾ, പ്രാർത്ഥനയെല്ലാം വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്നതാണ്. നമ്മൾക്ക് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലുന്നു അല്ലേ, അത് നമ്മുടെ വിശ്വാസത്തിൽ നിന്നുള്ളതാണ്. പക്ഷെ നമ്മൾ രോഗികളെ പോയി കാണുന്നു, അതുപോലെ തന്നെ അറിവില്ലാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നു, സുവിശേഷം പ്രചരിക്കുന്നു, അതുപോലെ തന്നെ കർത്താവിനെ അറിയാത്ത വേണ്ടി കൃപാസനം പത്രം മിഷൻ ജോലി ചെയ്യുന്നു. അതെല്ലാം വിശ്വസ്തതയുടെ ഭാഗമാണ്. വിശ്വാസത്തെക്കാളുപരി വിശ്വസ്തതയാണ്. ഇതെല്ലാം ഒരു തരം മുട്ടയുടെ പുറത്തിരുന്ന് ചൂട് കൊടുത്ത്, വിശ്വസ്തതയുടെ ചൂട് കൊടുത്ത് ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളുടെ മുട്ടകളെ നമ്മൾ വിരിയിക്കുന്നതിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ഇട്ടിട്ട് ഉത്തരവാദിത്വമില്ലാതെ പോകുന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഉടമ്പടി ചെയ്തിട്ട് അതിൻ്റെ കൂടെ അങ്ങ് നിൽക്കണം. അതുകൊണ്ടാണ് കൂടെ നിൽക്കാൻ പറ്റാത്തവരെ ഞങ്ങൾ ഉടമ്പടി ചെയ്യിക്കാത്തത്. 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരെ ഇവർ ഉടമ്പടിയുടെ കൂടെ നിൽക്കുമോ ഞങ്ങൾക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് ചെയ്യിക്കത്തില്ല. 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ഉടമ്പടിയുടെ കൂടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഉടമ്പടി ചെയ്യിക്കത്തില്ല. അത് കാര്യത്തിൽ അവർ ചെയ്യും, ആ പ്രാർത്ഥനയൊക്കെ അവർ ചെയ്യും, അത്രയേ ഉള്ളൂ. പ്രാർത്ഥനയെ കൊണ്ട് ഇത് വർക്ക് ചെയ്യത്തില്ല. ഇതിൻ്റെ പിന്നിലുള്ള അവൻ പറയണ പോലെ ചെയ്യുന്ന കാര്യങ്ങളുടെ മേലെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യവും ഉടമ്പടിയുടെ ഭാഗമാണ്. അതിൽ നിങ്ങൾക്ക് വേണ്ടത് എന്താ? നിങ്ങൾക്ക് പലർക്കും ഉള്ളത് ക്ലാപ്പ് പേപ്പർ നോക്കുമ്പോൾ എങ്ങനെ അച്ഛൻ അച്ഛൻ ചോദിക്കുമെന്നാണ് പറയണത്. അതാണ് പ്രശ്നം. ഞങ്ങളും അങ്ങനെ തന്നെ നിങ്ങളെ പഠിപ്പിച്ചിരിക്കണത്. അത് ഈ പിള്ളേരൊക്കെ വളർന്നു വരുമ്പോൾ ഈ പിള്ളേരെ ഇരുട്ടത്ത് പോകാതിരിക്കാൻ വേണ്ടി പണ്ടത്തെ അമ്മാമ്മമാർ പറയത്തില്ലേ, കോക്കോ ഓരോന്നൊക്കെ പറയത്തില്ലേ, പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടി ചാത്തം വരുമെന്നൊക്കെ പറയത്തില്ലേ. അതുപോലെയാണ് ഈ ക്ലാപ്പ് പേപ്പർ അച്ഛൻ നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ നോക്കുന്ന കാര്യം സത്യമാണ്. എങ്ങനെ എൻ്റെ കണ്ണിൽ നിങ്ങൾ ഫ്രോഡായിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പാക്ക് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അതായിരിക്കത്തില്ല അതായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ടാകണം. ഉടമ്പടി കത്തണത് എപ്പോഴും ദൈവസ്നേഹത്തിലാണ്, ദൈവത്തോടുള്ള വ്യക്തിപരമായ സ്നേഹം. ഈ വ്യക്തിപരമായ സ്നേഹമുള്ളവർക്കുള്ള ഗുണം എന്താണെന്നറിയാവോ? വ്യക്തിപരമായ ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ ദൈവം പറയുന്നതിൻ്റെ ഇരട്ടി നമ്മൾ ചെയ്യും. ഉടമ്പടി എപ്പോഴും കത്തണത് ഇരട്ടി ചെയ്യുമ്പോഴാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അങ്ങനെയാണ്. ഈശോ എന്താ പറഞ്ഞ? പഴയ നിയമത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത്
നീ ഇപ്പോൾ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉൽപ്പത്തി 24:14. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഉൽപ്പത്തി 24:14. നിന്റെ കുടം താഴ്ത്തി തരിക, ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ. ഒന്ന് പറഞ്ഞ, നിന്റെ കുടം താഴ്ത്തി തരിക, നിന്റെ കുടം താഴ്ത്തി തരിക, ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ കുടിച്ചുകൊള്ളുക, നിങ്ങളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാം എന്ന് പറയുന്ന പെൺകുട്ടി ആയിരിക്കട്ടെ അങ്ങയുടെ ദാസനായ ഇസഹാക്കിന് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നവൾ. ദൈവം നിശ്ചയിക്കുന്ന അനുഗ്രഹത്തിന്റെ അടയാളം കണ്ടില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പറഞ്ഞാൽ 5 ചെയ്യുന്ന ആൾക്കാരല്ല, 10 പറഞ്ഞാൽ 20 ചെയ്യുന്ന ആൾക്കാരാണ്. ക്ലിയർ അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? സിറ്റുവേഷൻ പറഞ്ഞു തരാം. അതായത് ഈ വചനത്തിൻ്റെ ഉൽപ്പത്തി 24:14 സിറ്റുവേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, എബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്കിന് വേണ്ടി ഒരു പെണ്ണ് കാണാൻ വേണ്ടി ഭൃത്യനെ വിടുന്നതാണ് രംഗം. അപ്പോഴെന്താ സംഭവിച്ചത്? എബ്രാഹത്തിൻ്റെ ഗോത്രത്തിലുള്ള ആൾക്കാരെ തന്നെ വേണം, അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൽ കലർപ്പുണ്ടാകുകയും ശക്തി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് എബ്രാഹിം തീർച്ചയായിട്ടും നീ പെണ്ണ് കണ്ട് കിട്ടിയില്ലെങ്കിൽ കിട്ടാത്തവരിൽ പോവുക, പക്ഷേ വിശ്വാസത്തിന് വിരുദ്ധമായി ചെയ്യരുതെന്ന് എബ്രാഹിം തുടയിൽ വെച്ച് ഉടമ്പടി ചെയ്യിക്കും. കൈ തുടയിൽ വെച്ച് ഉടമ്പടി ചെയ്യിക്കും. ഉടമ്പടി ചെയ്തിട്ട് ആണ് വിടുന്നത്. ഇവൻ ആദ്യമായിട്ട് ഹാരാനിൽ ചെല്ലുമ്പോൾ ഈവൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. ദാസൻ എന്നാ പ്രാർത്ഥിക്കണത്? കർത്താവേ, ഞാൻ കുടിക്കാൻ വേണ്ടി വെള്ളം കോരാൻ ഈ നാട്ടുകാരായ സ്ത്രീകൾ ഒത്തിരി കിണറ്റി വരുന്നുണ്ട്, കിണറ്റിൻ ചുവട്ടിലോട്ട് വരുന്നുണ്ട്. അങ്ങ് തന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടയാളത്തിലായിരിക്കും. ഞാൻ വെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോൾ അവരരയിലെ കുടം ഇങ്ങനെ കമത്തി എൻ്റെ കയ്യിലോട്ട് ഒഴിച്ചു തരും. എന്നിട്ട് അവരെന്നോട് പറയണം, നിനക്ക് മാത്രമല്ല നിൻ്റെ ഒട്ടകങ്ങൾക്ക് ഞാൻ വെള്ളം കോരി തരാം എന്ന് പറഞ്ഞാൽ, കർത്താവേ, ആ വ്യക്തിയായിരിക്കും നീ നിശ്ചയിച്ചിരിക്കുന്ന എൻ്റെ യജമാനായ എബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്കിൻ്റെ വൈഫ്, ഭാര്യ എന്ന് പറയും. അതാരാണ്? റബേക്കയാണ്. ശരിക്കും ഇവൻ ചെല്ലുമ്പോൾ തന്നെ റബേക്ക പറയണത് അതാണ്. ആദ്യമായിട്ട് കാണുകയാണ്. വെള്ളം ചോദിക്കുക പറയും, നിനക്ക് മാത്രമല്ല നിൻ്റെ ഒട്ടകങ്ങൾക്ക് ഞാൻ വെള്ളം കോരി തരാമെന്ന് പറയും. അപ്പോൾ ഇവൻ ദൈവത്തെ സ്തുതിക്കും. എന്താ പറയണത്? ഞാൻ പറഞ്ഞത് ദൈവം കേട്ടു. എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മാർത്ഥതയും അർപ്പണവുമാണ് ഉടമ്പടിയുടെ ജീവനെന്ന് പറയണത്. നിങ്ങൾ പലരും ഉടമ്പടി എടുക്കുമ്പോൾ അതൊക്കെ അച്ഛൻ അങ്ങനെയൊക്കെ പറയും, നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇവിടെ നിന്നുകൊണ്ട് ചില ചേടത്തിമാർ പറഞ്ഞാൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവിടുത്തെ സ്റ്റാഫ് വന്ന് എന്നോട് പറയും, അവരങ്ങനെ പറയണല്ലോ അച്ഛാ, ഇവരെ കൊണ്ട് എന്തിനാണ് ഉടമ്പടിപ്പിച്ചത്? ഇവരിവിടുത്തെ ഉടായ്പ പറ്റിക്കാൻ വേണ്ടി ദൈവത്തിനെ പറ്റിക്കാൻ വന്നിരിക്കുകയാണെന്നൊക്കെ പറയും. ഞാൻ പറയും, എന്ത് ചെയ്യും, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്, ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ എപ്പോഴും വർക്ക് ചെയ്യണത് ഈ ഉടമ്പടി എടുത്തിട്ട് അവർ തന്നെ അതൊക്കെ അങ്ങനെ പറയും, നമുക്കെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നാ ചിന്തിക്കണത്. പക്ഷേ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടി വർക്കൗട്ട് ചെയ്യാൻ എളുപ്പമാർഗം എന്താണ്? ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വസ്തു വിറ്റ് കൃപാസനത്തിൽ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വസ്ത്ര കാഴ്ച പരിപാടി എടുക്കണില്ല. പിന്നെ എന്ത് ഞങ്ങളെന്താ ചെയ്യണത്? നിങ്ങളെ കൊണ്ട് വലിയ മിഷണറിമാരാക്കും. അതാണ് ചെയ്യണത്. നിങ്ങളെ കൊണ്ട് വലിയ മിഷണറിമാരാക്കും. മിഷണറിമാർക്കിട്ട് എന്ത് പറയും? നിങ്ങൾ ചെയ്യണ ജോലി അത് നിങ്ങളെ ഇരട്ടി ചെയ്യാൻ നോക്കണം. അത് എന്തേ ഞാനിങ്ങനെ പറഞ്ഞാൽ, എനിക്ക് ദൈവത്തിൻ്റെ ഈ മൈൻഡ് സെറ്റ് ബൈബിളിലുണ്ട്. നിൻ്റെ കൂടെ 1 മൈൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ നീ അതാണ് സംഭവം. 5:41 എടുത്ത് മത്തായി 5:41. മത്തായി 5:41. 1 മൈൽ ദൂരം പോകാൻ ഒന്ന് പറഞ്ഞു. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ 2 മൈൽ ദൂരം പോകുക. മനസ്സിലായില്ലേ? മൈൻഡ് സെറ്റ് അതാണ്. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഈ ഒരാഴ്ചയിൽ 1 രോഗിയെ കാണാനാണ് പറയണമെങ്കിൽ നിങ്ങൾ 2 രോഗികളെ പോയി കാണണം. നിങ്ങൾക്ക് എന്താ കാണാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാണുമ്പോൾ കയ്യിൽ നിന്ന് കാഴ്ച പുറകല്ലേ. ഇപ്പോൾ
ഉടമ്പടി എടുത്തിട്ട് ആ വണ്ടിക്കാശ് പോയി, ഇപ്പം ഇനി രോഗികളെ പോയി കണ്ടും കാശ് പോകാമെന്ന് വെച്ചാൽ അങ്ങനെ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്ത ആൾക്കാരെ, പണത്തിനും ദൈവത്തിനേക്കാൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നവർ പലപ്പോഴും ഉടമ്പടിയിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. കാര്യം നിങ്ങളെന്താ ചെയ്യണത്? ഇതൊന്നും ഇങ്ങനെയല്ല വർക്കൗട്ട് ചെയ്യേണ്ടത്. എന്തെനിക്ക് കിട്ടി അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ ഒരു ബിസിനസ് ലെവലിൽ ഉടമ്പടി വർക്കൗട്ട് ആകത്തില്ല. ഉടമ്പടി നിങ്ങൾ ചിന്തിക്കേണ്ടത്, എനിക്ക് ഞാൻ സ്നേഹിക്കുന്ന ദൈവം അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട, നീ എവിടെ പോയാൽ നിൻ്റെ കൂടെ ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ദൈവം വാക്ക് പാലിക്കും. അതുകൊണ്ട് ഞാൻ എന്ത് വില കൊടുത്തും ഞാൻ ദൈവത്തിൻ്റെ വചനങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ചിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നത് എൻ്റെ ജീവിത ലക്ഷ്യമായി മാറും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ.